വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആസ്തെറ്റിക് മാസണറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് കർട്ടൻസ് എന്ന് പറഞ്ഞാൽ സീ ത്രൂ ആണ്. ഭയങ്കര അത്രയും നമുക്ക് പുറത്തോട്ടുള്ളത് ഒന്നും കാണാൻ പറ്റത്തില്ല. ഞാൻ കുറച്ച് മെറ്റീരിയൽ എടുത്തിട്ട് എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കർട്ടൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഐഡിയ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ, എന്താണ് കാര്യമെന്ന് ഞാനിപ്പോൾ പറയാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ വേണം, കർട്ടൻ വയ്ക്കാൻ മെറ്റീരിയൽ വേണം. അപ്പോൾ ഞാൻ ആലോചിച്ചു കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്താൽ എന്താ, പിന്നെ എനിക്ക് അവൈലബിളും ആയിരിക്കണം. അപ്പോൾ ഞാൻ സിറ്റിയിൽ പോയി സാധനം എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ വീണ്ടും ഒരു എക്സ്ട്രാ 100 rupees ആവും. വീണ്ടും ഇപ്പം എന്തെങ്കിലും നമുക്കിപ്പം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ അവിടെയും വീണ്ടും എന്താവും, എക്സ്ട്രാ പേയ്മെൻ്റ് ആവും നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അടുത്തുനിന്നാണ് നെറ്റ് ഫാബ്രിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നെറ്റ് ഫാബ്രിക്കിൽ പല കളർ കോമ്പിനേഷനിൽ എനിക്കൊരു കർട്ടൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാ വീട്ടിലും നമുക്ക് ഈ ഡ്രില്ല് ചെയ്തിട്ട് ആ ഒരു അശ ഇടാനുള്ള പൈപ്പൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ എടുത്തതാണ് ഇങ്ങനത്തെ ത്രെഡ്സ്. ഇപ്പോൾ ഇങ്ങനത്തെ ത്രെഡ്സ്. അപ്പോൾ ഈ ത്രെഡ്സിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ kg കണക്കിനാണ്. ഇതിപ്പോൾ ഞാനൊരു 4 മീറ്റർ, അപ്രോക്സിമേറ്റ്ലി 4 മീറ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെങ്ത്ത് അവർ ഒരു 20 or 30 rupees ആ ഒരു റേഞ്ചേ ഉള്ളൂ ഈ ഒരു കയറിന്. അപ്പോൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം ഈ തിക്നെസ് ഉണ്ട്, ഇത് പൊട്ടിപ്പോകത്തൊന്നുമില്ല. പക്ഷേ കുറച്ച് റഷാണ്. നിങ്ങൾക്ക് ഇപ്പം അഫോർഡബിൾ റേഞ്ചിൽ ഏത് ക്വാളിറ്റി കയർ വേണോ അത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ഫാബ്രിക്കിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് നെറ്റ് മെറ്റീരിയലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഏതൊക്കെ കളർ കോമ്പിനേഷൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഡിസ്ക്ലൈമർ പോലെ ഞാൻ ഒരു പ്രൊഫഷണൽ സ്റ്റിച്ചർ അല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള പരിമിതികൾ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നോട്ട് പെർഫെക്റ്റ്, നോട്ട് ആസ് പെർഫെക്റ്റ്. പക്ഷെ പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഒരു കൈൻഡ് ഓഫ് രീതിക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഞാനിപ്പം സ്റ്റിച്ച് ചെയ്ത് ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഒരു കളർ ഷെയ്ഡ്, ഇത് വേറൊരു കളർ ഷെയ്ഡ്, ഇത് വേറൊരു കളർ ഷെയ്ഡ്, അങ്ങനെ ഒരു ഒരു ഷെയ്ഡ് റേഞ്ച് ഓഫ്, അതായത് ഒരു ലൈറ്റ് ബ്ലൂ, ലാവൻഡർ, ഗ്രീന്, ഇനി ഞാൻ 2 കളർ ഷെയ്ഡ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നെറ്റ് ഫാബ്രിക് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കളറിൻ്റെ 1.5 മീറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അനുസരിച്ചിട്ട് നമുക്കിതിൽ ലേസ് പിടിപ്പിക്കാം, പല കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ നെറ്റ് ഫാബ്രിക് 1.5 മീറ്ററിൻ്റെ എത്ര കളേഴ്സ് നിങ്ങൾക്ക് വേണോ അത്രയും കളേഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1.5 മീറ്ററിൻ്റെ 5 കളേഴ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് പ്ലീറ്റഡ് സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഏത് സ്റ്റിച്ചിങ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാനിവിടെ കാണിക്കാവുന്നത് ജസ്റ്റ് സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും റഫായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു കർട്ടൻ സെറ്റ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോയാലോ. ആവശ്യത്തിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇത്രയും ത്രെഡ് 2 സൈഡിലും ഒരേ കണക്കിന് ഇടുക. 2 സൈഡിലും ഇത്രയും ഒരു ലെങ്ത്തിന് ത്രെഡ് നമ്മൾ വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവിടെ നിന്ന് ഈ ഒരു ദൂരം അറിയാമല്ലോ, ആ ദൂരം ഒഴിച്ചിട്ട് നമുക്കൊരു 5 മടക്ക് വേണം. ഈ ദൂരമാണ് ഞാൻ വിട്ടിട്ടുള്ളത്. 1, 2, 3, 4. ഓക്കെ, അപ്പം 1, 2, 3, 4, 5. 5 പീസായിട്ടുണ്ട്. എടുത്തിട്ട് ഒരു മാർക്കർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു പീസ് ഇത് തൊട്ട് ഇത് വരെ. അപ്പോൾ 1, 2, 3, 4, 5 പീസായില്ലേ. 5 പീസ് നമ്മൾ ഇതിൽ വെച്ചടിക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 6 കളറാണുള്ളതെങ്കിൽ 6 കളർ അടിക്കാം. അപ്പോൾ അതിനെന്ത് ചെയ്യാനാ, അടുത്ത് നമുക്ക് ആദ്യത്തെ കളർ നമുക്ക് ഇത് തൊട്ട് ഇതുവരെ സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നമ്മൾ ഫൂട്ടർ പൊക്കുക, എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആക്കി കൊടുക്കണം. ആദ്യം ഇതിങ്ങനെ വെച്ചിട്ട് കുറച്ചൊന്ന് സ്റ്റിച്ച് നമ്മൾ ഫൂട്ടറിനെ മൂവ് ചെയ്യിച്ച്, ഇപ്പോൾ നോർമൽ മെഷീനിലാണ് സ്റ്റിച്ചിങ് പറയുന്നത്, എവിടെയാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ടെന്ത് ചെയ്യുക, സൂചി താത്ത് വയ്ക്കുക. ഇനി ഞാൻ ഫസ്റ്റ് ഏത് ഷെയ്ഡാണോ അടിക്കാൻ പോകുന്നത് അതെടുക്കുക. നമുക്ക് അത് ഇതുവരെ വേണം. അപ്പോൾ ഇത് തൊട്ട് ഇതുവരെയാണ് നമുക്ക് ആ ഒരു കളർ വരേണ്ടത്. ബാക്കി കുറച്ച് മിച്ചം കിടപ്പുണ്ട്. അതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാം. ഒരു 1-2 ചുരുക്കി ഇങ്ങനെ ഇട്ട്
ഇടയ്ക്കിടയ്ക്ക് ചുരുക്കിയിട്ട് ഒന്ന് എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യാം. പതുക്കെ, വളരെ പതുക്കെ ചെയ്താൽ മതി. ഇപ്പോൾ ഒരടി ആയില്ലേ. നെക്സ്റ്റ് ഇവിടെ കൊണ്ട് വയ്ക്കുക, താത്ത് വയ്ക്കുക. വീണ്ടും ഇതെന്ത് ചെയ്യണം, അങ്ങോട്ട് മടക്കുക. മടക്കല്ലോ. വീണ്ടും കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്കിത് ഇഷ്ടമുള്ള രീതിക്ക് തയ്ക്കാം. ഞാനൊരു ഡെമോ കാണിച്ചു തരുന്നതേ ഉള്ളൂ. എനിക്ക് കുറച്ച് മടിയായതുകൊണ്ട് ഞാനെന്ത് ചെയ്യും, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. വയ്ക്കുക. വീണ്ടും ഞാൻ എന്താ ചെയ്യാൻ പറ്റുന്നു, മടക്കുന്നു. കണ്ടോ, ഇതിലിപ്പം അത്യാവശ്യം കുറച്ചുണ്ട്. ഇതൊക്കെ എങ്ങനെ വേണമെങ്കിൽ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, എങ്ങനെ വേണമെങ്കിൽ വേണ്ടി സ്റ്റിച്ച് ചെയ്യാം. ഞാനിത് അളവെടുത്തൊക്കെ തയ്ക്കാൻ മടിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ എത്തുമ്പോൾ നമ്മൾ അടുത്ത കളർ, നമ്മുടെ ലാവൻഡർ ഷെയ്ഡ് നമുക്ക് വെച്ച് കൊടുക്കാം. ലാവൻഡർ എനിക്ക് തോന്നുന്നു അത്രയും നേരത്തേക്ക് നമ്മൾ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ വേണം. യെസ്, ഓഫ് കോഴ്സ് ചെറിയ വ്യത്യാസമില്ല. നമുക്കത് കിട്ടിക്കോ. the marking. Yes, the marking. നമ്മുടെ നെക്സ്റ്റ് കളർ നമ്മൾ ഗ്രീനാണ് ഇത് വരുന്നത്. ഗ്രീൻ എടുക്കുക. ഞാനത് നേരത്തെ നമുക്ക് വരാം, നമ്മൾ മറക്കരുത്. ബാക്കി നമ്മൾ ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ നമുക്ക് എത്ര എക്സ്ട്രാ വരും, ഇത്രയാണോ വേണ്ടത്. അടിച്ചു ചെയ്യാനൊക്കെ ആണെങ്കിൽ അതിന് എക്സ്ട്രാ വരും. ഇവിടെ നമുക്ക് മടക്കിയത്
നമ്മൾ സ്റ്റിച്ച് ചെയ്തു. നമ്മൾ ഈ സൈഡല്ലേ സ്റ്റിച്ച് ചെയ്തേ, നമ്മൾ എന്ത് ചെയ്യുക, അതിനെ തിരിച്ചെടുക്കുക. കണ്ടോ? അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മുകളിൽ പ്രില്ലും കിട്ടി, ഫ്രണ്ടിലൊരു ഡിസൈൻ പോലെ ഈ കയറുമായി. ഇനി നമുക്ക് ഇവിടെ ഞാൻ കണ്ടോ ആണി അടിച്ചിട്ടുണ്ട്. ഒന്നുകിൽ നമുക്ക് ഇതുപോലെ ഒരു കെട്ടിട്ടിട്ട് നമുക്ക് ഇങ്ങനെ കോർത്ത് വയ്ക്കാം. അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഇങ്ങനെ തന്നെ കെട്ടുക. അപ്പോൾ ഞാനിത് കെട്ടിയിട്ട് കാണിച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ കെട്ട് മതി. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം ഇതിങ്ങനെ കുറച്ച് പിരിച്ചിടുക. ഓക്കെ, നോക്കണ്ടോ ഇങ്ങനത്തെ ഒരു രീതിക്ക് വരും. നമ്മുടെ നെറ്റെല്ലാം മുകളിലോട്ട് വെച്ച് ഉണ്ടോ, നെറ്റിനെ മുകളിലോട്ടാക്കി കൊടുത്താൽ മതി. കെട്ടിനതിന് അപ്പോൾ ഗൈസ് നമുക്കിതിൻ്റെ ഔട്ട്ലുക്ക് കണ്ടാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, കമൻറ്റ്. ടാറ്റാ.